പുതിയ കേരളം, പുതിയ വായന, പുതിയ മനോരമ. മാറ്റത്തിന്റെ രുചി അറിഞ്ഞു വായിക്കാം നമ്മുടെ സ്വന്തം മലയാള മനോരമ. മരുമോനെ അങ്ങോട്ട് പോകാൻ പറ്റിയ സാഹചര്യമില്ല. അച്ഛാ കഴിഞ്ഞില്ലടാ ഇതുവരെ. കഴിഞ്ഞ് എന്നൊരു മുരിങ്ങലേന്റെ കറി അളിയല്ലേ ഇറച്ചി മീനും വാങ്ങിക്കൂടെ? വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ ഞാൻ ഇവിടെ ഒന്ന് സഹായിക്കാം. ഓരടെ മാറ്റാൻ വേണ്ടിയല്ലേ ഞാൻ ആ സിനിമ തന്നത്. പവിത്രം കണ്ടില്ലല്ലോ, ഇനിയെങ്കിലും കണ്ടൂടെ എന്റെ അച്ഛ. അതെ, അവൻ പറഞ്ഞത് മനസ്സിലായോ? അവനൊരു അനിയത്തിയും കൂടി വേണമെന്നാണ് ഉദ്ദേശിച്ചത്. പ്രായ അമ്പലത്തിൽ പോയി ഭജന ഇരുന്നൂടെ ഉദ്ദേശിച്ചത്. ഇന്നലെ കല്യാണം ആക്ച്വലി ഞാൻ സുമയ, മനുഷ്യ ശരത്തെ നിന്റെ സഹദേവനങ്ങൾ അന്വേഷിച്ചു. ആണോ? നമുക്ക് മുരിങ്ങയില തോരൻ ഉണ്ടാക്കാം. മുരികല ചമ്മന്തി ആയാലോ? അമ്മാവാ, എന്റെ പച്ച ഷർട്ട്, എന്ത്? എന്റെ പച്ച ഷർട്ട് എവിടെ? എന്റെ പച്ച ഷർട്ടൊക്കെ ഞാൻ എടുത്തുതരാം. എന്റെ പെങ്ങളോടുള്ള എന്റെ അച്ഛന്റെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല. എന്റെ ഒരു പച്ച ഷർട്ട്. അച്ഛനായി പോയില്ലേ? എടാ, ഒരു വീട്ടിലേക്ക് വരും മര്യാദയ്ക്ക് വേണം, ഗേറ്റ് അടക്കി. പിന്നെ രാവിലെ അയാളെ മട്ടുമുഖം കണ്ടിട്ട് കക്കൂസ് ബ്ലോക്ക് ആണെന്നൊക്കെ സംശയം. അയ്യേ അമ്മാവാ, അമ്മാവ നിശ്ചിത കാര്യമില്ല. എന്റെ അടുത്ത് ഒരു സഹായം പ്രതീക്ഷിക്കണ്ട. ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും ഒരാളെ കിട്ടാനില്ല. കണ്ടോ, മുട്ടി നിൽക്കുക. ശരത്തെ, എന്താ വിളിച്ചേ? ഗ്രെയിൻസ് ഉച്ച മുതൽ ടിവിയിൽ ഭയങ്കര ഗ്രെയിൻസ്. വൈകുന്നേരം ചിത്രഗീതമുള്ളതല്ലേ. നീ മുകളിലോട്ട് ചെന്ന് ആന്റിനെ ഒന്ന് ശരിയാക്ക്. ശരി, ആന്റിനെ നന്നാക്കാനാ ചെല്ല്. ആന്റിനെങ്കിൽ ആന്റിനെ കുറച്ചേരം നിക്കാലോ. എന്നിട്ട് എന്താ കാര്യം? മുകളിലോട്ട് ഞാൻ ഇവിടെ നിന്ന് ടി വി ചെക്ക് ചെയ്യാം. ശരി, എന്തായാലും ആവശ്യം വിളിച്ചോ. കംപ്ലീറ്റ് ഗ്രെയിൻസ് ആണല്ലോ. നീ മേളിൽ പോന്നില്ലേ? ഐറ്റ് പേടിയ തലറ്റു. നീ നാട്ടിലൊന്നും പോവാറില്ലേ? വീട്ടിൽ അച്ഛൻ പണിക്ക് പോകാൻ പറഞ്ഞ് ഭയങ്കര വെറുപ്പിക്കല. എല്ലായിടത്തും ഇത് തന്നെ. എന്ത് വെറുപ്പിക്കലോ? അതല്ല, ഈ കാക്ക വന്ന ആന്റിനായിരിക്കും ഫുൾ ഗ്രെയിൻസ്. അങ്കിളെ ക്ലിയർ ആയോ? ഇല്ല മോനെ, പഴയതുപോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ശരിയാവുന്നില്ലല്ലോ. കുറച്ച് സമയം കൊടുക്കും, ശരിയാവും. അങ്കിളെ ഇപ്പോഴോ? ഇല്ല മോനെ, നീ ഒന്ന് വട്ടം കറക്കി നോക്ക്. 360. നിങ്ങളുടെ മോൾ ആവശ്യത്തിന് ഇട്ട് തന്നെ വട്ടം കറങ്ങുന്നു. ഇനി നിങ്ങളെ ബാക്കിയുള്ളൂ. ഇതൊന്നും ക്ലിയർ ആവുന്നില്ലല്ലോ ശരത്തെ. ഇപ്പോഴോ? ഒന്നും ക്ലിയർ അല്ല. ക്ലിയർ ആയി. ഫിക്സ്. അങ്ങനെ ഇപ്പൊ ക്ലിയർ ആവണ്ട. ക്രിസ്റ്റൽ ക്ലിയർ. ഇത്രയും ക്ലിയർ ഇതുവരെയ്ക്കും ആയിട്ടില്ല. ഇനി തുടരുത്. ഇറങ്ങിപ്പോരെ. എന്ത് പറ്റി? ഗ്രെയിൻസ് പോയി. പക്കാ ക്ലിയർ. മനുഷ്യനെ പേടിപ്പിക്കാൻ. മോനെ ശരത്തെ, താങ്ക് യു വെരി മച്ച്. ഒരൊറ്റ ഗ്രെയിൻസ് ഇല്ല. ഗ്രെയിൻസ് മാറ്റാൻ നിന്നെ കഴിഞ്ഞേ ഉള്ളൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോനെ? പറയടാ. അത് ഷാരിയും കൂടി കേൾക്കണം. ഷാരിക്ക് ഞാൻ പറയുന്നത് എന്തെന്ന് മനസ്സിലാവും. ശരത്തിന് എന്താ പറയാനുള്ളത്? എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ഇപ്പൊ ഡിഷാൻറ്റിന എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിക്കുന്ന അതിഭേദം ഒരെണ്ണം മേടിച്ച് വെക്കുന്നത് നല്ലതാ. പോട്ടെ ഷാരി, വരാ അമ്മ. വാ അമ്മാവ. ഓക്കെ അങ്കിൾ. ഒരു ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്നെ എത്ര ടെൻഷൻ അടുപ്പിച്ച്. അയ്യേ, നല്ല സൂചിച്ചിരുന്നല്ലോ. ഒന്ന് മേലോട്ട് വന്നത്. ഞാൻ മുണ്ടെടുത്ത് മോള് കയറില്ല. അതെന്താ? മുണ്ട് മാത്രമേ ഉള്ളൂ. അയ്യേ, ഒരു ഗേറ്റ് അടയ്ക്കാനേ പാടില്ല. എന്നത്തോടു കൂടി ഒരു പാഠം മനസ്സിലായി. വാ.